തൃശൂർ ജില്ലയിൽ മികച്ച പോളിംഗാണ് തുടരുന്നത്. നെടുമ്പുഴ പോളിടെക്നിക് പോളിംഗ് ബൂത്തിൽ കള്ളവോട്ട് ആരോപണം ഉണ്ടായി. മലക്കാവിലെ ഒരു പോളിംഗ് ബൂത്തിൽ തേനീച്ചക്കൂട്ടം വോട്ടർമാരെ ആക്രമിച്ചു. നടരാജ് പരശുരാമന്റെ റിപ്പോർട്ട് കാണാം. തൃശൂർ ജില്ലയിൽ മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തുന്നത്. രാവിലെ മുതൽ തന്നെ വോട്ടർമാർ വോട്ടിംഗ് കേന്ദ്രങ്ങളിലേക്ക് ഒഴുകുന്ന കാഴ്ചയാണ് പല സ്ഥലങ്ങളിലും കാണാൻ കഴിയുന്നത്. ഞാനിപ്പോൾ ഉള്ളത് തൃശൂർ ഗവൺമെന്റ് പോളിടെക്നിക് കേന്ദ്രത്തിലാണ്. ഇവിടെയും രാവിലെ മുതൽ വിവിധ ബൂത്തുകളിൽ നിരവധി വോട്ടർമാരൊക്കെ തന്നെ എത്തിയിട്ടുണ്ട്. ഇത് നെടുമ്പുഴ ഡിവിഷനിലെ ബൂത്ത് നമ്പർ 1 ഇവിടെയും വലിയ രീതിയിൽ വോട്ടർമാരൊക്കെ തന്നെ വോട്ട് ചെയ്യാൻ കാത്തു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ജില്ലയിൽ രാവിലെ 15 സ്ഥലങ്ങളിൽ വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കി. ഉടൻ തന്നെ അധികൃതർ ഇടപെട്ട് ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ പുതിയ വോട്ടിംഗ് യന്ത്രങ്ങൾ എത്തിച്ച് വോട്ടിംഗ് പുനരാരംഭിക്കുന്ന സ്ഥിതിയുണ്ടായി. വലക്കാവിലെ ഒരു ബൂത്തിൽ തേനീച്ചയുടെ ആക്രമണം ഉണ്ടായി. വോട്ടർ ചെയ്യാൻ എത്തിയ ഏതാണ്ട് 8ഓളം ആളുകളെ തേനീച്ച കുത്തുകയും ഇവരൊക്കെ തന്നെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. ഞാനിപ്പോൾ നിൽക്കുന്ന നെടുപുഴയിൽ ഒരു കള്ളവോട്ട് ആരോപണം കൂടി വന്നിരുന്നു. പ്രദേശവാസിയായ പ്രദീപിന്റെ വോട്ട് മറ്റാരോ ചെയ്തു എന്നാണ് പ്രദീപും മറ്റും ആരോപിക്കുന്നത്. കോർപ്പറേഷൻ ഡിവിഷൻ 45-ലെ 1-ാം നമ്പർ ബൂത്താണിത്. പ്രദീപിന് പകരം ടെൻഡർ വോട്ട് നൽകിയിരിക്കുകയാണ് അധികൃതർ. ഈ ടെൻഡർ വോട്ട് എന്ന് പറയുന്നത് ഇത് രേഖപ്പെടുത്തി വെക്കും. ആവശ്യം വരികയാണെങ്കിൽ, അതായത് 2 കാൻഡിഡേറ്റ്സിനും ഒരു ടാലിയൊക്കെ വരികയാണെങ്കിൽ ആ ടെൻഡർ വോട്ട് പരിഗണനയ്ക്ക് എടുക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. ഇക്കാര്യത്തിൽ ഒരു പ്രതിഷേധം പ്രദീപും കുടുംബാംഗങ്ങളും അധികൃതരെ അറിയിച്ചിട്ടുണ്ട്. ആരാണ് കള്ളവോട്ട് ചെയ്തത് എന്ന കാര്യത്തിൽ കണ്ടെത്തണം എന്നുള്ളൊരു ആവശ്യമാണ് ഈ വോട്ടർ ഉന്നയിച്ചിട്ടുള്ളത്. എന്തായാലും അക്കാര്യം ജില്ലാ കളക്ടർക്ക് കൂടി ഇവർ പരാതി നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. അത് പരിശോധിക്കുന്നതും മുറയ്ക്ക് അതിന്റെ കാര്യങ്ങളിൽ പുതിയ തീരുമാനങ്ങൾ വരും. എന്തായാലും ജില്ലയിൽ എല്ലാ ഭാഗങ്ങളിലും വലിയ രീതിയിലുള്ള പോളിംഗ് ഇപ്പോഴും തുടരുകയാണ്. അനീഷ് കാഞ്ഞങ്ങാടിനൊപ്പം നടരാജ് പരശുറാം, മീഡിയ.